Hello everyone, this is Shweta. My name is Inder and welcome to our Channel. So we are going to react on the next scene of movie Natonika 2. Let's watch it. Yeah, let's watch it. Yes. Come in. അവൻ എത്തിക്കഴിഞ്ഞു. ആര്? Yeah. അവൻ വിളിച്ചതാ. ശരിയായിരിക്കും. എവിടെ? അവിടെ. റിസപ്ഷൻ. അവിടെ നിങ്ങളെ കണ്ടോ? ഇല്ല. നിങ്ങളെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തു? എന്നെ കൂടെ അകത്താക്കണം. അവർ നമ്മുടെ താവളം അന്വേഷിച്ചിട്ട് കാര്യം അറിയിക്കട്ടെ. വേണ്ട. ഇപ്പൊ ഞാൻ പിടിക്കപ്പെടാനുള്ള ഏക മാർഗം നിങ്ങളാണ്. പിടിക്കപ്പെട്ടാൽ അനന്തൻ നമ്പ്യാരെന്നുള്ള പേര് ശബ്ദിച്ചു പോകും. പിടിക്കപ്പെട്ടില്ലെങ്കിൽ ആ CID-മാരുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുക. Yes, sir. Go away and save me. Khula. Gold. नहीं gold नहीं है. Drugs है? വല്ല വിഷമാണെന്ന് നോക്ക് തലക്ക് പിടിച്ചങ്ങ് ചത്ത് കളയാം. അതെ, നമ്മള് കടലിൽ ഉപ്പ് വെള്ളത്തിൽ നീന്തുന്ന കണ്ടപ്പോ അവന്മാര് വിചാരിച്ചാണ് നമുക്ക് ഉപ്പ് വലിയ ഇഷ്ടമായിരിക്കും. പക്ഷെ എന്താ ആദ്യം നീന്തുന്നു. എനിക്ക് ദേഷ്യമൊന്നുമില്ല, ഞാൻ വല്ല ചെയ്തു. ഇത് മയക്കുമരുന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. മയക്കുമരുന്ന് നിന്നെ എന്നെ മയക്കിയിട്ട് അമ്മമാർക്ക് എന്താ നേട്ടം? നീ ഇത് ചിലക്കാതിരിക്കുന്നുണ്ടോ? ഇതോടെ നമ്മുടെ കച്ചവടം തീരും. ഏതോ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇവൻ നമ്മുടെ കൈ വന്നതാ. ഇവൻ നമ്മളെ കൊണ്ട് കൊലച്ചോട് തീറ്റിക്കും. വിലപിടിപ്പുള്ള നല്ല മരുന്നുമാണ്. നമുക്ക് ഇതെന്താ ഓടി വരുമെന്ന് നേരെ തൂക്കിയെടുത്ത് ഓടിയിട്ട് കെട്ടിടത്തിനകത്തോട്ട് ഇരുത്തും. അത് തന്നെ നല്ലത്. ആ ബാങ്കുകാരെ പറ്റിച്ചേ പശുവിനെ കൊണ്ട് കാളച്ചന്ത വിൽക്കുന്ന പോലെ അല്ല. നിരപരാധിത്വം തുറന്നു പറഞ്ഞ് നമുക്കിത് പോലീസിൽ ഏൽപ്പിക്കാം. അതാ നല്ലത്. Come in. What the hell are you doing inside? What do you look at those? We just my always open arms. Idiot. ഈ സീരിയൽ ചില്ലറക്കാരില്ല. മിനിറ്റ് വെച്ച് വേഷം മാറുകയാണ്. ഇനി എന്ത് സംഭവിക്കാം? എന്റെ കർത്താവേ. Oh, they are here. You say na they'll go to Yeah. police. മലയാളികളാണല്ലേ? അതെ. യോ, സാറ് മലയാളിയാണോ? സാർ, ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ കടപ്പുറത്ത് നടക്കാൻ പോയപ്പോ രണ്ടുപേരും ഈ പെട്ടിയും കയ്യിൽ ഓടിക്കളഞ്ഞു. അത് ഈ സാറിനോട് പറഞ്ഞിട്ട് സാറ് വിശ്വസിക്കുന്നില്ല. സാർ, ഞങ്ങൾ പൊയ്ക്കോട്ടെ സാർ. അവിശ്വാസം കൊണ്ടല്ല. പോലീസ് പിടിക്കുമെന്നായപ്പോൾ സ്വമേധയാ കീഴടങ്ങിയതാവാനും വഴിയുണ്ടല്ലോ. എന്നാൽ പിന്നെ സാറ് ഞങ്ങളെ അകത്താക്കിയിട്ട് തല്ലിക്കോ. ഇക്കാലത്ത് ഒരു നല്ല കാര്യം ചെയ്താൽ അതാണല്ലോ പ്രതിഫലം. വിജയൻ, ഐ എം ദാസ്, രാംദാസ്, ദാസൻ. ഡിപ്പാർട്ട്മെന്റ് ഈസ് ഗ്രേറ്റ്ഫുൾ ടു യു. പക്ഷേ നിയമത്തിന്റെ ഫോർമാലിറ്റീസിൽ നിന്നും ആർക്കും അങ്ങനെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഉള്ളത് നിങ്ങൾ രണ്ടുപേർ മാത്രമാണ്. അയ്യോ, അപ്പൊ സത്യസന്ധതയ്ക്ക് ഇവിടെ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സാർ, ഇവിടെ ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല സാർ. നിങ്ങൾ അപ്സെറ്റ് ആവാതെ ആലോചിച്ച് നോക്ക്. ഈ മദ്രാസിൽ എത്രയോ മലയാളികളുണ്ട്. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പരിചയക്കാരൻ, ഒരു നാട്ടുകാരുണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും മേൽവിലാസമില്ല. മേൽവിലാസമില്ലാത്ത നാട്ടുകാരാണ് അധികം. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും കിട്ടുന്നതുവരെ എനിക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ വെക്കില്ലയോ? ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ആ പെട്ടി വല്ല കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞാൽ പോരായിരുന്നു. രാഷ്ട്ര സേവനത്തിന് സാർ, എന്റെ വീട്ടിനടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു ആൾ ഇവിടെ
ജോലി ചെയ്യുന്നുണ്ട്, ടാക്സി ഡ്രൈവറായി. പുത്തൻപുരയ്ക്കൽ ബാലൻ, CP ബാലൻ. ഓഹോ, ടാക്സി ഡ്രൈവർ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. These guys are thinking that only. നമ്മളെ കണ്ടെന്ന് തോന്നുന്നില്ലേ? ശീഘ്രം വണ്ടിയപ്പ. 57 സീറ്റാണ് ആകെ ഫലം വെക്കാൻ. അതിൽ 43 ഇടത് മുന്നണി. എന്താ ശീഘ്രം പോകും. எங்கேயாவது சீக்கிரமா இடத்துக்கு போய் இல்லையா? சிந்தாயிரி பட சீக்கிரம் போ. വളരെ നല്ല കണ്ടിട്ട് ഒന്ന് തിരിഞ്ഞൊക്കെ വണ്ടി വേഗം വിടൂ. എന്താ ഇത്ര തിരക്ക്? വല്ലവന് കാറ്റ് പോയോ? ഒന്ന് വേഗം വിടൂ. അതെ, ഇത് പ്രായക്കൂടുതലുള്ള വണ്ടിയാ. ചെറുപ്പക്കാരെ പോലെ അത്ര പെട്ടെന്ന് ഓടാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ തീരുമാനത്തിലെടുത്ത് ഇത് ചിന്താതിപ്പത്തേക്ക് പോയല്ലോ. എന്നോട് വലത്തോട്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. ആ ഭീഷണി വീട് പോയോ? വേണം വീട് പോയി വേറെ വണ്ടി വെച്ച് പോടും. അവസാനിച്ചല്ലേ അത്രയ്ക്കായോ? എന്നാ അവസാനിക്കണം. ബാലറ്റിന്റെ ഓർമ്മയില്ലേ? ബാലറ്റിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള നാരായണകുട്ടിയുടെ മോൻ. നാരായണകുട്ടിയുടെ ദാസനോ? രാമദാസനോ? ഓർമ്മയില്ലേ? ബാലറ്റിന്റെ വീട്ടിലെ വെള്ളം കുറയുള്ള തൊട്ടി കെട്ടിപ്പോയപ്പോ ഞാൻ ഒന്ന് എടുത്തു തന്നത്. എനിക്ക് ഓർമ്മയില്ലല്ലോ. ഞാനും എടുത്തു തന്നത്. എനിക്ക് പാര വെച്ചിട്ടുള്ളത് അധികവും മലയാളികൾ തന്നെയാണ്. ആദ്യമൊക്കെ മലയാളം സംസാരിക്കുന്നവരെ കണ്ട സ്വർഗം കിട്ടിയതുപോലെ. ഇപ്പൊ മലയാളിന്ന് കേട്ടാ മനുഷ്യന് പേടിയാ പറ്റും. ഏത് വഴിക്കാ മലയാളി പാരാൻ നെഞ്ചത്ത് ഉദരെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളെങ്ങനെ? നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പൊതുവെ പറഞ്ഞതാ. പിടിച്ചു പറിക്കാരൻ, കത്തിക്കുത്ത് കേട്ടുകാരൻ, പെമ്പിളേരെ പരപ്പിച്ച് നാട് വിടുന്നവൻ, ഇങ്ങനെയുള്ള എല്ലാ അലവലാതി മലയാളികളും കള്ളവൻ കയറി ഇങ്ങ് പോരും. അവരുടെയൊക്കെ തറവാടാണല്ലോ മലരാജ്യപ്പെടണം. നിങ്ങളുടെ കാര്യമല്ല, ഞാൻ പൊതുവെ പറഞ്ഞതാ. സെൻട്രൽ സ്റ്റേഷൻ ചെന്നാ കാണാം കള്ളലക്ഷണമുള്ള പോണ്ട, കയ്യിലൊരു എയർ ബാഗ്, ദിവസേന ജാഥയല്ലേ. നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ പറഞ്ഞു. ഈ പൊതുവെ പറഞ്ഞത് മതി. ഞങ്ങൾ ഒരിക്കലും പ്രേമിച്ചിട്ടില്ല, ആരുടെ പിടിച്ചു പറ്റില്ല. ഞാൻ നിന്നെ പറ്റി എന്നെ പറഞ്ഞു. അതിന് ഇല്ല ബാലേട്ട, ബാലേട്ടൻ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെട്ടു. ബാലേട്ടന് ഊക്കം പേരാ. ഞങ്ങള് ബാലേട്ടനെ പോയിട്ടാത്ത ഒറ്റ ദിവസം പോലും ഇല്ല. അല്ലടാ മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടനെ ഇത്രയും എടുക്കില്ലേ? വേണ്ട, ഇതുവരെ വേണ്ട. ലക്ഷ്മി, பசங்க தூங்கியாச்சா? உனக்கு தெரியாது, ஊரில் இருந்து வந்திருக்கேன். வா, அப்புறம் விவரமாய் சொல்றேன். நீ சாப்பாடு எடுத்து. അപ്പൊ സത്യാണ് കേട്ടത്. എന്ത്? ബാലേട്ടന്റെ ഭാര്യ ഒരു തമിഴത്തിയാണെന്ന് നാട്ടിൽ വെച്ച് കേട്ടപ്പം വിശ്വസിച്ചില്ല. ആ, എന്താ കുഴപ്പം? എനിക്ക് മലയാളിയായിട്ട് ഒരു ഇടപാടില്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ലവ് മാരേജ് ആണല്ലേ? നിങ്ങൾ അടുത്ത പരിപാടി എന്താ? നാളെ തന്നെ സ്ഥലം വിടല്ലേ? ഇത് ബാലേട്ടന്റെ സ്വന്തം വീടല്ലേ? നല്ല സൗകര്യം. ഒരു 5-8 ആളുകൾക്ക് സുഖമായിട്ട് താമസിക്കാം. അല്ലടാ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അതെ, നാളെ കാലത്ത് 11:15 വണ്ടിയുണ്ട് നാട്ടിലേക്ക്. കിടന്നോ, കാലത്ത് വിളിക്കാം. ബാലേട്ടാ, ഒരു മിനിറ്റ്, ഒരു കാര്യം.
വെറുതെ മനുഷ്യനെ തൊന്തരപ്പെടുത്തല്ലേ. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന കിടപ്പാടം വരെ അമ്മയ്ക്ക് വിൽക്കേണ്ടി വന്നു. എന്നെങ്കിലും ഞാനൊരു കര പറ്റുമെന്ന് പാവം വിചാരിച്ചു. മകത്തറിയോ, ഞങ്ങളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു വീട്ടിൽ അനാഥയെ പോലെ കഴിയേണ്ട അമ്മ അറബിക്കഥകളിലെ രാജകുമാരനെ പോലെ ഒരു ദിവസം പൊന്നും വാരി ഞാൻ അവിടെ ചെല്ലുമെന്ന അമ്മയുടെ വിചാരം. മടുത്ത് പറയട്ടെ, വലിയ ബംഗ്ലാവും കാറും ഒന്നും ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. ഒരു ചെറിയ ജോലി, വയസ്സായ അമ്മയ്ക്ക് കുഴമ്പ് ഉരട്ടി കുളിക്കാനുള്ള കാശെങ്കിലും എത്തിച്ചു കൊടുക്കണമെന്നുണ്ട്. അത്രയുള്ള എൻ്റെ ആശ. പോയി കഴിഞ്ഞു. പട്ടിണി കിടന്നിട്ടുണ്ട്, വാടക വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും പുത്തമ്പുരയ്ക്ക് ബാലൻ ഒരുത്തന്റെ കാല് പിടിച്ചിട്ടില്ല. അറിയോ, കാശും പണവും ഇല്ലെങ്കിലും ഇവിടുത്തെ ആളുകളുടെ ഇടയില് അതുകൊണ്ട് ബാലൻ ഒരു വെയിറ്റ് ഉണ്ടായി. ഇന്ന് അത് കളയാൻ പോവാ. 5-10 കൊല്ലം മുമ്പുള്ള കഥയാണ്. മദനാന്തരത്തൊരു സവാരി പോയിട്ട് രാത്രി കാർ ഓടിച്ചു വരികയായി. നേരം വൈകിയതുകൊണ്ട് റോഡിൽ വാഹനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പഴയ ലാൻഡ് മാസ്റ്റർ ഹെഡ്ലൈറ്റിന് സൂര്യന്റെ വെളിച്ച ദൂരെ നിന്ന് എന്നെ കണ്ടു. അവിടെ പൊടിയായി കിടക്കും ഒരു ഫോർഡ് കാർ. ഞാൻ വണ്ടി നോക്കിയപ്പോ ഓവുചാലിലൊരു മനുഷ്യൻ ഊർദ്ധശ്വാസം വലിക്കുക, ചോര ഒരുപാട് പോയിട്ടുണ്ട്. ഞാൻ അയാളെ വലിച്ചു വണ്ടിക്കകത്ത്. പിന്നെ 100 മൈൽ സ്പീഡിൽ ഒറ്റ എനിക്ക് തീരെ പിടിക്കില്ല. എടാ, ആ മനുഷ്യനെ കാണാൻ നമ്മളിപ്പോ പോകുന്നത്. എന്തൊക്കെയാണ് പാല, ഈ പാവപ്പെട്ടവനൊക്കെ താൻ മറന്നു കാണുമെന്നാ കരുതിയത്. അയ്യോ, പല പ്രാരാബ്ദങ്ങളായിട്ട് നടക്കുകയാണ്. പ്രാരാബ്ദം തനിക്കോ? ഞാനിവിടെ ഉള്ളപ്പോ നടക്കുക. ഇവരൊക്കെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. ആ കാര്യം പറ പാല. എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടികളാണ്. പറഞ്ഞോ. എനിക്ക് വേറെ ആരോടും പറയാനില്ല. രണ്ടാൾക്കും എന്തെങ്കിലും ഒരു ജോലി. ആവശ്യത്തിന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ. ഞാൻ ബികോം പാസ്സായിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്. ഇവ പ്രീ PSC പ്രീ. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നു. ഈ ബാലൻ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടയാളാ, അതുകൊണ്ടായി ചോദിക്കുന്നത്. ഓ, താൻ ഇപ്പോഴെങ്കിലും ഒരു കാര്യത്തിന് എന്നെ തിരക്കി വന്നല്ലോ, അതാ എനിക്ക് സന്തോഷം. ഈ ദാസന്റെ കാര്യം എനിക്ക് പ്രധാനം. എന്റെ കാര്യവും ബാലേട്ടന് വളരെ പ്രധാനമാണ്. ദാസൻ കൊമേഴ്സ് ആയതുകൊണ്ട് അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യട്ടെ. ഞാനും. ഇയാള് തൽക്കാലം കൂടാവണമില്ല, ഒഴിവ് വരുമ്പോ ഓഫീസിൽ കയറാം. അതൊക്കെ പിന്നെ ബുദ്ധിമുട്ടാണ്. അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ല. മുതലാളി പറഞ്ഞത് കേട്ടാണ്. അത് മതി. അപ്പൊ നാളെ തന്നെ. അത് നിങ്ങളുടെ ഇഷ്ടം. എന്താ ബാലേട്ടാ ഇവർക്ക്? ഇവന്മാരെ നാട്ടിൽ നിന്ന് വന്നു പെട്ട കുരിശികളാണ്. ഒരു വീട് വേണം, അഡ്വാൻസ് ഒന്നും ഉണ്ടാവില്ല. മാസാമാസം കൃത്യമായിട്ട് വാടക തരും. വല്ല വീടും കാര്യം നോക്കാം. ആ, ഇവൻ കാണിച്ചു തരും. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നിന്നാ എന്റെ കഞ്ഞൂടി മുട്ടും. ഒന്ന് മാറിക്കടോ. അതെ, അവിടെ ഞങ്ങൾക്ക് എന്ത് ശമ്പളം കിട്ടും പാലേട്ടാ? അതൊന്നും എനിക്കറിയില്ല. എന്നാലും ഒരു 1000-1500 രൂപ കിട്ടുമായിരിക്കും അല്ലേ? അതൊന്നും പോരെ. നിനക്കിപ്പോ ഒരു 5000 രൂപ കിട്ടും. എന്താ പോരെ? നിനക്ക് തലയ്ക്ക് വല്ല ഭ്രാന്തല്ല. കൂടി വന്നാ ഒരു 500 രൂപ കിട്ടും. 500 രൂപ? അയ്യേ, സൗകര്യം പോയാ മതി. അല്ല, ഞാൻ പിന്നെ പാലേട്ടാ കൊടുക്കാൻ വാങ്ങാനും കഞ്ഞി വെക്കാനും ഒക്കെ ആയിട്ട് ഒന്നും ഇല്ല കയ്യില്ല. പിന്നെ എന്തുകൊണ്ടാ ഇങ്ങ് പോകുന്നത്? 2 അടങ്ങ എരുടെ ചോറിനുള്ള ഒരു വയറും ഇഴിഞ്ഞൊരു മോന്തയുണ്ട് സ്വന്തമായിട്ടല്ലേ? കൊണ്ടുപോയി ചിന്നെ. ഏത് ടൈപ്പ് വീട് വേണം ചോദിക്കും. ആ, വീട് നല്ല
നല്ല വീടായിരിക്കണം. ബെഡ്റൂം ഒന്ന് പോലെ പിന്നെ അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാൻ നല്ലൊരു മോള് അത് വേണം. കാണാനൊരു ചേര് വേണം. നല്ല പൂന്തോട്ടവും കാറ് കയറ്റിയിടാനുള്ള സ്ഥലവും എല്ലാ സൗകര്യം ഉള്ളൊരു വീട് വേണം അർത്ഥം. അതെ, നിങ്ങൾ ഈ പറഞ്ഞ സൗകര്യമൊക്കെ ഉള്ളൊരു വീട് വേണമെങ്കിലേ മാസം ഒരു 2000 രൂപ വാടകയാവും. 2000 രൂപ? അതെ. വാടക പിന്നെ എത്ര കൊടുക്കാം? 1500 ഇനി താഴട്ടെ 1000, കുറച്ചുകൂടെ താഴെ 750, കുറച്ചുകൂടെ പോരട്ടെ 500, അല്ല കുറച്ചുകൂടെ താഴെ. ഇനി എവിടം വരെ താഴെ പറ. ഒരു 150 വരെ, 150, 2 ബെഡ്റൂം, പൂന്തോട്ടം, കാറ് കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം, പറ്റിയ സ്ഥലമാണ്. ഈ വീടിന് 175 രൂപയാ ചോദിക്കുന്നത്. ഒരു 150 ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ ബന്ധത്തിലുള്ള ഒരു വീടാ, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. നോക്കിയോ. பிரமாதமா இருக்கு என்ன? நீங்க 2 பேர் தானே? இங்க சமையல் பண்ணல. சமையல்? ஓ, പറഞ്ഞ പോലെ അവിടെ അത്ര വശമായിട്ടില്ല അല്ലേ? ചമയൽ എന്ന് വെച്ചാൽ പാചകം. അപ്പൊ ശരിക്കും അവിടുത്തെ ചമയൽ എന്താ പറയാ ഇവിടെ? ചമയല്. അപ്പൊ മലയാള ഭാഷ വലിയ വശമല്ലേ? എന്താണ് മലയാള ഭാഷാല്? എങ്ങനെ പേരക്കണം അത്ര തന്നെ. இந்த நாட்டு மக்களுக்காக நான் இந்த மருத்துவரை இங்கு சென்று தீர்மானப்பட்டிருக்கோம். இது என்னுடைய தனிப்பட்ட நோக்கம் அல்ல. உங்கள் ஆரோக்கியம் நான் சொல்லுவது என்னவென்றால், இந்த இடம் பூராவும் அரசுக்கு சொந்தமானது. இங்கே கட்டியிருக்கும் குடிசையை மற்றும் வீடுகள் அத்தனையும் போன காலத்திலே பட்டா இல்லாமல் கட்டப்பட்டது. அரசு இனிமேல் அதை அனுமதிக்க மாட்டார்கள். இந்த இடம் இப்போ எங்களுக்கு சென்றது. இங்கே குடியிருக்கும் மக்கள் அனைவரும் உடனே காலி பண்ணி போக வேண்டும். വീടുകളൊക്കെ കാര്യമാണ് അങ്ങനെ എടുക്കുന്നത്. ആരെ പ്രത്യേകിച്ചാണ്? അവര് ശരിയാണ്. സർക്കാരിലെ നല്ല പിടിപാടാണ്. വെങ്കടേശന് പ്രശ്നം ഉണ്ടാക്കോ? ഒരു പ്രശ്നമില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. ഇവിടെ വാ, നമുക്ക് ഹൗസോട്ടറെ കാണാം. വളരെ Okay, so we thought there will be gold, but what drugs? Yeah, actually, I thought that will be ऐसा गोल्ड proper. बिस्किट हाँ, उसके अंदर, बिस्किट लेकिन जैसा मेरे को लग कैमरा रहा है. जब सिल्वर भी हुआ, लेकिन जब खोला तो थोड़ा सा ड्रग्स दिखा मैंने ला रे It's a drugs. it's But drugs. they took the good decision, कि चलो at पुलिस least वाला को पुलिस वाले दिया. को बोल दो. And But again, those guys still think they are CID. मतलब भागे कि they were going in their friend's cab, of course, so they thought they are following him. absolutely. But Bale. now they are on the Working same company. thing. Yes. Yeah. Now I want to see what will happen when these two guys see them. Absolutely. CID. Cool. We'll wait for So now more. they have a house with pool and everything, right? Yeah, AC, AC pool, and- right? Good, everything. They got it. But even I like the part of that the Bale. relative, yeah, Valid. he is helping him. Then it's a good thing, na yaar. Chalo, acha. Okay, so let's see what's gonna happen next. So guys, meanwhile, do like, Subscribe, share, comment. click on the bell icon.